ഞാൻ ഉണ്ടാക്കാൻ പോണതേ നമുക്ക് പച്ചരിയും ഉഴുന്നും ഉലുവയൊക്കെ ഇട്ടിട്ട് ഉലുവ ലേശിട്ട് കഴിഞ്ഞാൽ നല്ല കളറും കാര്യങ്ങളൊക്കെ പതൊക്കെ കിട്ടും, നല്ല മുരിഞ്ഞ് കിട്ടും. കുറച്ച് പച്ചരി ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഉഴുന്നും കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 5-6 മണിക്കൂറിൻ്റെ മേലെ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചതാണ്. അപ്പോൾ നമുക്കത് അരച്ചിട്ട് എങ്ങനെ അരക്കണമെന്നുള്ളതും അതരച്ച് നമ്മൾ എത്ര സമയം വെച്ചിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കണം എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദോശ ഉണ്ടാക്കണത് സമയം ഉണ്ടെങ്കിൽ കാണിച്ചു തരാം, അരക്കണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മിക്സി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ ഗ്രൈൻഡർ. അതിനെ നമുക്ക് ഉഴുന്നരയ്ക്കാം കേട്ടോ. ഫസ്റ്റ് ഉഴുന്നരയ്ക്കായിരിക്കും പറ്റും. ഉഴുന്നിൻ്റെ വെള്ളം കളയാൻ പാടില്ല. നമുക്ക് ഇവിടെ ആ വെള്ളം, ഈ ഉഴുന്നിൻ്റെ വെള്ളമാണ് നമ്മൾ ഇതിൽ അരയ്ക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാണ്, നല്ല തണുപ്പുണ്ടായിരിക്കും. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഉഴുന്നിൽ വെള്ളം നമ്മൾ ഊറ്റിയെടുത്തിട്ടോ. ഇനി ഉഴുന്ന് ഇതിലേക്ക് ഇടുന്ന ജാറിലേക്ക് ഡോറ് ഞാൻ തുറന്നിട്ടുള്ള കാരണം നമുക്ക് കാണുന്നത്. ആ ഡോറ് കംപ്ലൈൻ്റ് ആണ്. അപ്പം ഞാനിതിൽ ആദ്യം ഞാനെന്ത് ചെയ്യാൻ പോകണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റാഗി കിട്ടും. റാഗി നമുക്ക് നല്ലതാണ് ശരീരത്തിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റാഗി കുറച്ചിടും. പച്ചരി മാത്രമല്ല, പച്ചരിയും ഇട്ടിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കി കേട്ടോ, സൂപ്പറാണ് അത്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉഴുന്നിലിട്ടു ഇല്ലേ. ഇനി നമുക്ക് ഗ്രൈൻഡർ ഓൺ ചെയ്ത് സ്വിച്ച് ഇട്ടു ഗ്രൈൻഡർ ഓൺ ചെയ്ത് നമ്മൾ ഇതിൻ്റെ കാര്യമില്ല. ഇതൊക്കെ കഴുകി വെച്ചിട്ടുള്ള കേട്ടോ. നിങ്ങൾ വിചാരിക്കും കഴുകാണ്ട കാര്യമായിട്ടതാണ്. അതെ, സത്യത്തിൽ നമ്മൾ സ്വന്തമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ സ്വന്തമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണത് നമുക്ക് ഹെൽത്തിന് നല്ലതാണ്, ശരീരത്തിനും. അപ്പോൾ എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ആണും പെണ്ണൊന്നും നോക്കേണ്ട കാര്യമില്ല. ആണും പെണ്ണും നോക്കണ്ട, എല്ലാവർക്കും ചെയ്യാം. ലേശം വെള്ളം കേട്ടോ, കുറച്ച് വെള്ളം. ഉഴുന്ന് ആദ്യം അരയ്ക്കുക, വെള്ളം കുറച്ച് നല്ല അടിപൊളിയായിട്ട് അരച്ചെടുക്കുക, പതപ്പിച്ച് അരച്ചെടുക്കുക കേട്ടോ. നമ്മളിതിൽ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ. അധികം ഒഴിക്കരുത്, വെറുതെ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കാം. കണ്ടോ, അടിപൊളി പതിയായിട്ടില്ലേ, അടിപൊളി പത കണ്ടോ. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഇതിൽ ഈ അരച്ചതിൽ തന്നെ പച്ചരി ഇടാൻ പോകും. പച്ചരി കുറേശ്ശിട്ട് അരയ്ക്കാൻ നല്ലത് കേട്ടോ. കൂടുതലിട്ട് അരച്ചു കഴിഞ്ഞാൽ അത് മിക്സിലായതുകൊണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിടിക്കാന്ന് പറഞ്ഞാൽ ലോഡ് കൂടിയിട്ട് മിക്സി കട്ട് ഓഫ് ആവും. മനസ്സിലായോ? എങ്ങനെ കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ, ഇതിൽ ലോഡ് കൂടി കഴിഞ്ഞാൽ അറിയാണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കണ്ടോ, മിക്സിയുടെ അടിയിൽ ഇത് കണ്ടോ, എല്ലാ മിക്സിയുടെ ഇവിടെ ഒരു സാധനം ഉണ്ട് കണ്ടോ. ഇവിടെ ഇതൊരു സാധനം ഉണ്ട്, ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇതിവിടെ കണ്ടോ, ഇതിങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ഔട്ടോ. ചൂടായിട്ട്, അല്ലെങ്കിൽ ചൂട് മീൻസ് ഗ്രൈൻഡറിൻ്റെ ഉള്ളിൽ ഇത് കൂടുതൽ സാധനങ്ങൾ ഇട്ട് അരയ്ക്കുമ്പോൾ ലോഡ് കൂട്ടിയിട്ട് സ്റ്റക്കാവും, മെഷീൻ വർക്കാവില്ല, ട്രിപ്പാവും. ട്രിപ്പ് ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു സാധനം ഉണ്ട്, ഇവിടെ കണ്ട, ഇതിൻ്റെ ഉള്ളിൽ കാണാമെന്നറിയില്ല. കണ്ട ഒരു ബട്ടൺ കണ്ട, അതൊന്ന് കൈ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒരു 2 മിനിറ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ കേട്ടോ. അപ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക്. എൻ്റെ സ്കിപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്താണ് കേട്ടോ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പച്ചരി ആദ്യം കുറച്ച് ഒന്ന് അരയ്ക്കാം. ഫസ്റ്റ് അരയ്ക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് കൈ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ആക്കിയിട്ട് നമ്മൾ ഈ സൈഡ് ഉണ്ട്, ഈ സൈഡ് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കും.
ഈ അരയാതെ കുറച്ച് മുകളിൽ കിടക്കും. അതൊന്ന് സെറ്റപ്പ് ആവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് തളിക്കുക, എന്നിട്ട് ഇതിങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് തളിച്ച് കൊടുക്കണം. കുറേശ്ശെ തളിച്ചാൽ മതി. ഇതിൽ പച്ചരിക്ക് കണ്ടമാനം പെട്ടെന്ന് വെള്ളം കയറും. ഈ പച്ചില എങ്ങനെയാണ് പെട്ടെന്ന് വെള്ളം കുടിക്കില്ല, അത് വേറെ അങ്ങനെ എടുക്കുള്ളൂ. പെട്ടെന്ന് അരി കിട്ടും. അപ്പൊ വീണ്ടും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണ്ട. അതിൽ നിന്ന് ഒഴിക്കണ്ട. അതിൽ നിന്ന് നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴിക്കുള്ളൂ. കൂടുതൽ വെള്ളം അതിലേക്ക് വീഴും. പിന്നെ ആകെ കൈ പിടിക്കില്ല. നമ്മൾ മണ്ണ് കുറച്ച് കൊല്ലും, സിരിഞ്ഞ് കൊല്ലും. പച്ചരി പെട്ടെന്ന് അറിയും, പെട്ടെന്ന് അറിയും. നമ്മളൊന്ന് നോക്കണം ടൈറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം തളിച്ചു കൊടുക്കും. അത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ടാക്കണ്ട, അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് നോക്കുക, നല്ല മിനുസായിരിക്കും കേട്ടോ. അത്യാവശ്യം മിനുസുണ്ടാവും. മിനുസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേച്ച് മിനുക്കുന്ന മിനുസല്ല, തരി ലേശുണ്ട്. പക്ഷേ ഇഡ്ഡലിക്ക് തരി നല്ലതാണ്, ദോശയ്ക്ക് തരി നല്ലതാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് കൂടിയുണ്ട്. 2 കപ്പ് അരിയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ രണ്ടാമത്തെ അരിയും അരഞ്ഞിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് അരഞ്ഞു. നമുക്കിത് മാറ്റാം. ദോശ ഉണ്ടാക്കാനായിട്ട് പച്ചരി മതി, പച്ചരി ഉഴുന്നും മതി കേട്ടോ. ഇഡ്ഡലിക്കാണെങ്കിൽ ആണ് നമുക്ക് മറ്റേ അരി വേണ്ടത്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് പുഴുക്കല്ലേരി എടുത്തിട്ടുണ്ട് കേട്ടോ. ചില ചോറ് കേട്ടോ, അതിൽ കുറച്ച് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് സെറ്റപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഞാൻ അങ്ങനെ ചെയ്യാം. കുറച്ചൊരു മാവ് ഒഴിക്കും. തലേ ദിവസത്തെ മാവൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് അരഞ്ഞു വരുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം വെള്ളം ഒഴിക്കരുത്. അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ ചാളാ വെള്ളമാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിപൊളിയായിട്ട് ഇതൊക്കെ അരയ്ക്കാനൊക്കെ സുഖമാണ്. ഇതൊക്കെ കഴുകി വെടുപ്പാക്കി വയ്ക്കാനാണ് മക്കളായ പാട്. തിന്നാനും സുഖമാണ്. പെണ്ണുങ്ങളെ സമ്മതിക്കാൻ നമ്മൾ പറയും ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഇതല്ലേ ജോലി. ഈ ജോലി എന്ന് പറയണത് മാത്രമല്ല, എന്ത് ജോലിയാലും എല്ലാവർക്കും ബുദ്ധിമുട്ടില്ല. അത് പെണ്ണായാലും ആണായാലും കേട്ടോ. അങ്ങനെ പെണ്ണുങ്ങളെ മാത്രം നമ്മൾ കുറ്റം പറയേണ്ട കാര്യം. നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ചെയ്യാൻ സുഖമാണ്, കഴുകാനുണ്ടല്ലോ കുറച്ച് പാടാണ്. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. ഞാണ്ട് നല്ലത് സംഭവം ആവുള്ളൂ. ഇതും പൂ പോലെ അരച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക്
ഇതിലേക്ക് തട്ടാട്ടാ. ഇതിലേക്ക് ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇവിടെയാണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇതിനങ്ങോട്ട് പച്ചൊഴിക്കുക കേട്ടോ. ഇനി കഴുകേണ്ട കാര്യത്തിലാണ് പ്രശ്നം. അപ്പോൾ ഈ പരിപാടി സെറ്റപ്പായിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് നമ്മളൊന്ന് കൈയിട്ട് ഇളക്കി ഇതിങ്ങനെ കൈയിട്ടിട്ടേ അടിപൊളിയായിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഡ്ഡലി മാവും ദോശമാവും അതിൽ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞ് ഇനി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്ന സംഭവം കാണിച്ചുതരാം. ഇതിൻ്റെ ഇടയിൽ ചപ്പാത്തി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ കാണിച്ചുതരാം. ഭയങ്കര പണിയൊന്നും. അപ്പോൾ ഓക്കെ കേട്ടോ, ഇത് പരിപാടി ഇത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഉപ്പിടണമെങ്കിൽ ഉപ്പിടാം. ഇതൊരു 8-12 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പിറ്റേ ദിവസത്തേക്ക് അടിപൊളി ദോശ ചെയ്യും. ഇതല്ലാണ്ട് വേറെ രീതിയിലൊരു ദോശയുണ്ട്, നാളികേരൊക്കെ അരച്ചിട്ട് അപ്പം ചൂടാ പച്ചരിട്ട്, അത് കാണിച്ചു തരാം. സമയമുള്ളപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ പറ്റില്ല. ഓക്കെ.